നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. പ്രണയത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ കെട്ടുപാടുകളെക്കുറിച്ച്, അടക്കിപ്പിടിച്ച വികാരങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരു നോവലാണ് ലേഡി ചാറ്റർലീസ് ലവർ. D.H. ലോറൻസ് എന്ന എഴുത്തുകാരൻ്റെ തൂലികയിൽ നിന്നും പിറന്ന ഈ കലാസൃഷ്ടി ലോകത്തെ ഞെട്ടിച്ച നിരോധിക്കപ്പെട്ട ഒരു നോവലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ശരീരം തളർന്നുപോയ ഭർത്താവിനൊപ്പം ഒരു വലിയ കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ടു പോയ ലേഡി ചാറ്റർലിയുടെ കഥയാണിത്. അവളുടെ ജീവിതം ഒരു തണുത്തുറങ്ങിയ നദി പോലെയായിരുന്നു. സ്നേഹമില്ലാത്ത, ശാരീരിക ബന്ധങ്ങളില്ലാത്ത ഒരു ലോകം. എന്നാൽ ആ തണുപ്പിൽ അവൾക്കൊരു ചൂട് കണ്ടെത്തേണ്ടതായി വന്നു. കാടിൻ്റെ ആഴങ്ങളിൽ ഒരു കുടിലിൽ തനിച്ച് താമസിക്കുന്ന ഒലിവർ മെലേസ് എന്ന വേട്ടക്കാരൻ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന അയാളുടെ അടുത്തേക്ക് അവൾ അറിയാതെ അടുത്തു പോകുന്നു. അവരുടെ ശരീരങ്ങൾക്കും മനസ്സിനും പരസ്പരം സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് വെറുമൊരു പ്രണയമായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു, മോചനമായിരുന്നു. ലൈംഗികതയെക്കുറിച്ചും സ്ത്രീയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഈ നോവൽ ലോകമെമ്പാടും വലിയ വിവാദമുണ്ടാക്കി. അതിൻ്റെ സിനിമാ രൂപങ്ങൾക്കും ഇതേ വികാരം അതേപടി പകർത്താൻ കഴിഞ്ഞു. ലേഡി ചാറ്റർലിയുടെ പ്രണയം സമൂഹം നിർമ്മിച്ച എല്ലാ അതിരുകളെയും ഭേദിച്ചതെങ്ങനെയാണ്? ഈ പ്രണയകഥയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ലേഡി ചാറ്റർലീസ് ലവർ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സുന്ദരിയായ കോണി റീഡിനെയാണ്. അവളുടെ വിവാഹമാണിപ്പോൾ. വരൻ സമൂഹത്തിലെ ഉന്നതനും ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനുമായ ക്ലിഫോർഡ് ചാറ്റർലിയാണ്. ക്ലിഫോർഡ് ചാറ്റർലിയെ വിവാഹം ചെയ്തതോടുകൂടി കോണി റീഡ് ഇപ്പോൾ ലേഡി ചാറ്റർലി ആയിരിക്കുന്നു. കോണിയുടെയും ക്ലിഫോർഡിൻ്റെയും ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ദിവസം. കോണിക്ക് ക്ലിഫോർഡിനെയും ക്ലിഫോർഡിന് തിരികെയും നല്ല റെസ്പെക്റ്റും സ്നേഹവുമൊക്കെയാണ്. ഡാൻസും പാട്ടും വെള്ളമടിയും ഒക്കെയായി ഒരു ഗംഭീര വിവാഹ റിസപ്ഷൻ. അന്ന് രാത്രി അവർ ഒന്നിച്ചിരുന്ന് കുറച്ച് സംസാരിച്ചു. ശേഷം അവരുടെ ആദ്യ രാത്രിയിലെ കലാപരിപാടികളിലേക്ക് കടന്നു. ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. യുദ്ധസമയമായിരുന്നതിനാൽ തൊട്ടടുത്ത ദിവസം തന്നെ ക്ലിഫോർഡിന് തിരികെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ടതായി വന്നു. കോണി അവനെ യാത്രയാക്കി. ഞാൻ നിന്റെ ലെറ്റേഴ്സിനായി കാത്തിരിക്കുമെന്ന് കോണി ക്ലിഫോർഡിനെ ഓർമ്മിപ്പിച്ചു. ഞാൻ എന്നും നിനക്ക് എഴുത്തുകൾ അയക്കുമെന്ന് ക്ലിഫോർഡ് അവൾക്ക് വാക്കുകൊടുത്തു. യാത്രയിലുടനീളം ക്ലിഫോർഡിൻ്റെ മനസ്സ് മുഴുവൻ കോണിയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു അത്. ഇപ്പോൾ ഒരു വലിയ എസ്റ്റേറ്റാണ് കാണിക്കുന്നത്. അതിലൂടെ ഒരു കാർ കടന്നു വന്ന് വലിയൊരു കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്നു. അതിൽ കോണിയും ഭർത്താവ് ക്ലിഫോർഡുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ലണ്ടനിൽ നിന്നും ക്ലിഫോർഡിൻ്റെ റാക്ബേയിലെ എസ്റ്റേറ്റിൽ താമസന്മാർ വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ക്ലിഫോർഡിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത്. യുദ്ധത്തിൽ പരിക്കുപറ്റി ഇപ്പോൾ അയാൾ വീൽ ചെയറിലാണുള്ളത്. ശരീരമാകെ തളർന്നു പോയിരിക്കുന്നു. കോണി ആ വീടും പരിസരവും കണ്ട് കിളി പറന്ന് നിൽക്കുകയാണ്. വീട് നോക്കിയിരുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് വാറിനോട് മാക്സിമം ജോലിക്കാരെ നിയമിക്കാൻ ക്ലിഫോർഡ് ആവശ്യപ്പെടുന്നു. കോണിക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് ക്ലിഫോർഡിന് നിർബന്ധമുണ്ടായിരുന്നു. കോണി ക്ലിഫോർഡിനെ വീൽ ചെയറിൽ തള്ളി വീടിനുള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വലിയ ലൈബ്രറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ പരിക്ക് പറ്റി കിടപ്പിലായതോടെ ക്ലിഫോർഡ് എഴുത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. കോണി തൻ്റെ ഭർത്താവിനെ വളരെ സ്നേഹത്തോടെയാണ് നോക്കുന്നതും പരിചരിക്കുന്നതുമൊക്കെ. ക്ലിഫോർഡ് തിരിച്ചും കോണിക്ക് അതേ സ്നേഹം കൊടുക്കുന്നൊക്കെയുണ്ട്. കോണി ഇപ്പോൾ ആ വലിയ വീട് മുഴുവനായും കൗതുകത്തോടെ നടന്ന് കാണുകയാണ്. ലിറ്ററലി ഒരു കൊട്ടാരം തന്നെയായിരുന്നു അത്. അന്ന് രാത്രി കോണി തൻ്റെ ഭർത്താവിനെ കുളിപ്പിച്ച് ഉടുപ്പുകളൊക്കെ ധരിച്ച് കിടക്കയിൽ കിടത്തുകയാണ്. താനൊരു പുതിയ നോവൽ എഴുതാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് ക്ലിഫോർഡ് കോണിയെ അറിയിക്കുന്നു. കോണി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. താനും എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിന് കൂടെ ഉണ്ടാകുമെന്ന് ക്ലിഫോർഡിന് അവൾ സന്തോഷത്തോടെ ഓർമ്മിപ്പിച്ചു. കിടക്കയിൽ കിടന്ന് അവൾക്ക് പല വികാരങ്ങളും തോന്നുന്നുണ്ട്. അവൾ ക്ലിഫോർഡിനെ ചുംബിക്കുന്നു. എന്നിട്ട് തൻ്റെ ആ വികാരങ്ങൾ ക്ലിഫോർഡിനെ കൊണ്ടാകുന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ക്ലിഫോർഡിന് അതിനോടൊന്നും അത്ര താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ കോണി എന്ന് അയാൾ പറയുന്നു. എനിക്ക് ഈ കാര്യങ്ങളിൽ നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലാകുമെന്ന് കോണിയും പറയുന്നു. എങ്കിലും തൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ആകാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് കോണിയുടെ മുഖത്ത് കാണാം. ക്ലിഫോർഡിൻ്റെ മുഖത്ത് വലിയ കുറ്റബോധവും നമുക്ക് കാണാം. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം വീട് നോക്കാനും എസ്റ്റേറ്റ് നോക്കാനുമുള്ള സ്റ്റാഫുകളുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അതിൽ ഒരു എക്സ് ആർമി ഓഫീസറായ ഒലിവർ മെലേഴ്സ് എന്ന ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ക്ലിഫോർഡ് ഒലിവറിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നു പോകുന്നു. കോണി ആ എസ്റ്റേറ്റ് നടന്നു കാണുകയും ഭർത്താവിനെ നോക്കുകയുമൊക്കെ ചെയ്യുകയാണ്. ഈ സമയങ്ങളിൽ
ക്ലിഫോർഡ് തൻ്റെ നോവൽ എഴുതുന്നുണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിങ്ങും മറ്റ് കറക്ഷൻസും എല്ലാം ചെയ്യുന്നതും കോനി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ ആ വലിയ കൊട്ടാരത്തിൽ കോനിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് ലണ്ടൻ നഗരം മിസ് ചെയ്യാൻ തുടങ്ങി. മിക്ക സമയങ്ങളിലും വീട്ടിൽ പാർട്ടികൾ അരങ്ങേറും. അവിടെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ ഒരുങ്ങി ക്ലിഫോർഡിൻ്റെ അരികിൽ നിൽക്കണം. പലരും അവരെ വല്ലാതെയൊക്കെ നോക്കുന്നുണ്ടാവും. അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾ ഇക്കാര്യങ്ങളെല്ലാം അനിയത്തിയായ മിലിഡയ്ക്ക് കത്തായി എഴുതി അറിയിക്കുന്നുണ്ടായിരുന്നു. ആ വലിയ വീട്ടിൽ കോനി ഒറ്റപ്പെട്ട പോലെ ജീവിച്ചു തീർക്കുകയാണ്. ഒരു ദിവസം കോണി തനിക്ക് അനിയത്തിയെ കാണാൻ ലണ്ടനിൽ പോകണമെന്ന ആഗ്രഹം ക്ലിഫോർഡിനോട് പറയുന്നു. എന്നാൽ താൻ ഒറ്റയ്ക്കാവുമെന്നും നീ എപ്പോഴും എൻ്റെ അടുക്കൽ വേണമെന്നും മിലിഡയെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്നും ക്ലിഫോർഡ് പറയുന്നു. കോണി പെട്ടെന്ന് ഷോക്കായതുപോലെ നിൽക്കുകയാണ്. താൻ ഏതാണ്ട് കൂട്ടിലിട്ടതുപോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. താനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറയുമ്പോഴും ക്ലിഫോർഡ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും അവൾ ആ ഗ്രാമത്തിലൂടെ നടക്കാൻ ആരംഭിച്ചു. ശേഷം ഒരു അരുവിയുടെ കരയിൽ കുറച്ചു നേരം ഇരുന്നു. അവിടെ ഒരു പാലത്തിൽ വെച്ച് ഒലിവർ മെലേഴ്സിനെ അവൾ കാണുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയ കോണി അവൾ കണ്ട ആ അരുവിയെ പറ്റിയൊക്കെ ക്ലിഫോർഡിനോട് സംസാരിക്കുകയും അവനെ കുളിപ്പിക്കാനായി ഒരു ബാത്ത് ടബിൽ താങ്ങി പിടിച്ച് കൊണ്ടിരുത്തുകയും ചെയ്യുന്നു. ക്ലിഫോർഡ് കോണിയോട് പറഞ്ഞു, ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നീ സന്തോഷവതിയായി കാണുന്നു. എന്നാൽ ഒരു എക്സ്റ്റെൻഡ് എത്തുമ്പോൾ നീ ഇത് വെറുക്കാൻ തുടങ്ങും. എന്നാൽ ഒരിക്കലുമില്ല എന്ന് കോണി പറയുന്നു. ഇൻ കേസ് അങ്ങനെ തോന്നിയാലും ഞാൻ നിന്നെ കുറ്റം പറയില്ല എന്ന് ക്ലിഫോർഡ് പറയുന്നു. ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് എന്ന് കോണി ക്ലിഫോർഡിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ അവൾ ആ ഗ്രാമം നടന്നു കാണാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ മെയ് ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരുമായി കുശലാന്വേഷണമൊക്കെ നടത്തി അവൾ നടന്നു. അതൊക്കെ അവൾക്കൊരു റിലീഫ് പോലെയായിരുന്നു. തിരികെ വീട്ടിലെത്തിയ കോണിയോടൊപ്പം താൻ നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലിഫോർഡ് ആ പറമ്പിലൂടെ വീൽ ചെയറിൽ അവളെ കൊണ്ട് തള്ളിച്ച് നടക്കുകയാണ്. വഴിക്ക് വെച്ച് വീൽ ചെയർ ചെളിയിൽ പൂണ്ടുപോവുകയും സഹായിക്കാൻ ഒലിവർ മെലേഴ്സ് എത്തുകയും ചെയ്യുന്നു. ഒലിവർ മെലേഴ്സിന് നന്ദി പറഞ്ഞ് കോണിയും ക്ലിഫോർഡും മുന്നോട്ട് പോയി. എസ്റ്റേറ്റിന്റെ ഒരിടത്ത് വെച്ച് ക്ലിഫോർഡ് തന്റെ ഒരു ആഗ്രഹം കോണിയോട് പറയുന്നു. എൻ്റെ കാലശേഷം ഇത്രയും സ്വത്ത് നമുക്ക് അനാഥമായി പോകാൻ പാടില്ല. എല്ലാത്തിനും ഒരു അവകാശി വേണം. എന്നാൽ നമുക്കതിന് സാധിക്കില്ലല്ലോ എന്ന് കോണി പറയുന്നു. മറ്റൊരു പുരുഷനിലൂടെ നിനക്കതിന് സാധിക്കുമെന്ന് ക്ലിഫോർഡ് പറയുമ്പോൾ കോണി ഞെട്ടിപ്പോകുന്നു. നിങ്ങളിത് കളിക്ക് പറഞ്ഞതല്ലേ എന്ന് കോണി ചോദിക്കുന്നു. ഞാൻ നിങ്ങളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ക്ലിഫോർഡ്. നീ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് എന്ന് കോണി കുറച്ച് അത്ഭുതത്തോടെ ക്ലിഫോർഡിനോട് ചോദിക്കുന്നു. എനിക്കറിയാം എൻ്റെ പരിമിതികൾ. ഒരാളോട് സെക്ഷൽ റിലേഷൻ ചെയ്യുക എന്നതുകൊണ്ട് അയാളെ ജീവിതം മുഴുവൻ കൂടെ കൂട്ടണമെന്നില്ലല്ലോ. എന്നാൽ എനിക്കൊരു നിർബന്ധമുണ്ട്. ചാട്ടേലി കുടുംബത്തിന് യോഗ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരാൾ മാത്രമേ നിന്റെ ശരീരത്തിൽ തൊടാൻ പാടുള്ളൂ. തിരികെ പോകുമ്പോൾ കോണിയുടെ മനസ്സ് മുഴുവൻ വലിയ സംഘർഷഭരിതമായിരുന്നു. അടുത്ത ദിവസം ബംഗ്ലാവിൽ നടന്ന റൈറ്റേഴ്സ് പാർട്ടിയിൽ വെച്ച് പല ഗസ്റ്റുകളും കോണിയെ വശീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ അവൾക്ക് വലിയ ഡിസ്റ്റർബിംഗ് ആയാണ് അനുഭവപ്പെട്ടത്. ക്ലിഫോർഡ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ക്ലിഫോർഡ് അതേപറ്റിയെല്ലാം ഓരോന്ന് പറഞ്ഞ് കോണിയുമായി വഴക്കിടുന്നു. അവൾ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ റൂമിൽ പോയി കിടന്ന് കരയുകയാണ്. ഒന്നാമതായി അന്ന് എസ്റ്റേറ്റിൽ വെച്ച് മറ്റൊരു പുരുഷനിൽ നിന്നും ഗർഭം ധരിച്ച് തനിക്കൊരു പിൻഗാമിയെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് തന്നെ അവൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല താനിപ്പോൾ വലിയൊരു ജയിലിൽ അടച്ചിട്ട പോലെയാണ് അവൾക്കിപ്പോൾ തോന്നുന്നത്. ഈ സമയം അവളുടെ സഹോദരി മിലിഡ അവിടെ വരുന്നു. തൻ്റെ സഹോദരിയുടെ പ്രശ്നങ്ങളെല്ലാം മിലിഡ മനസ്സിലാക്കിയെടുത്തു. അവൾ ക്ലിഫോർഡിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ ഒരു വേലക്കാരിയല്ല. നിങ്ങളെ അവൾ സംരക്ഷിക്കുന്നത് പോലെ അവളെ സംരക്ഷിക്കാൻ ആരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നൊക്കെ മിലിഡ ചോദിക്കുന്നുണ്ട്. ഒടുവിൽ ക്ലിഫോർഡിനെ പരിചരിക്കാൻ ഒരു മെയ്ഡിനെ വയ്ക്കാൻ തീരുമാനമായി. മിസ്സിസ് ബോൾട്ടൺ എന്ന സ്ത്രീയായിരുന്നു അതിനായി അവിടെ എത്തിയത്. താൻ ക്ലിഫോർഡിനെ നോക്കിക്കോളാമെന്ന് കോണിക്ക് മിസ്സിസ് ബോൾട്ടൺ ഉറപ്പുകൊടുത്തു. കോണി എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ചു. ഒലിവർ വീടിനകത്ത് കയറിയതും കോണി അയാളെ ഡോറിൽ മുട്ടി വിളിക്കുന്നു. ക്ലിഫോർഡിന് പുതിയ പെസന്റ് പക്ഷികളുടെ കാര്യങ്ങൾ അറിയണമെന്ന കാര്യം അവൾ ഒലിവറിനെ അറിയിച്ചു. എന്നിട്ട് കോട്ടേജൊക്കെ കറങ്ങി നടന്ന് കണ്ട ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. വഴിക്ക് വെച്ച് മിസ്സിസ് ഫ്ലിൻ എന്ന ഗ്രാമീണ സ്ത്രീയിൽ നിന്നും ഒലിവറിനെ കുറിച്ച് അവൾ മനസ്സിലാക്കുന്നു. ഒലിവർ വിവാഹിതനായിരുന്നുവെന്നും അയാൾ ആർമി സേവനത്തിനായി പോകുമ്പോൾ അയാളുടെ ഭാര്യ ബെർത്ത മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുകയും ഇപ്പോൾ ഒലിവറുമായി തെറ്റി ബെർത്തയും കാമുകനും മറ്റൊരു ഗ്രാമത്തിൽ താമസിക്കുകയാണ് എന്നൊക്കെ ഫ്ലിൻ കോണിയെ അറിയിക്കുന്നു. കോണി തിരികെ വീട്ടിലെത്തി.
ഇപ്പോൾ അവൾ അവളുടേതായ ലോകത്താണല്ലോ. അവൾ അവളുടെ ശരീരമാകെ ഒന്ന് കണ്ണാടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സ്വയംഭോഗം ചെയ്യുന്നു. അടുത്ത ദിവസം അവൾ വീണ്ടും എസ്റ്റേറ്റൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. അവൾ നടന്നു നടന്ന് പെസന്റ് പക്ഷികളെ നോക്കുന്ന കോട്ടേജിലെത്തുന്നു. അവിടെ ഒലിവർ പുതുതായി വിരിയുന്ന പെസന്റ് പക്ഷികൾക്കുള്ള പാർപ്പിടമൊരുക്കാനായി കൂടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ അവിടമാകെ ചുറ്റി നടന്ന് കാണുന്നു. ഒലിവർ അവൾക്കിരിക്കാൻ ഒരു ചെയർ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവൻ അവന്റെ ജോലിയിലേക്ക് കടന്നു. തന്റെ മുതലാളിയുടെ ഭാര്യയാണ് എങ്കിലും സുന്ദരിയായ കോണിയെ അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കോണിയും സുമുഖനായ ഒലിവറിനെ നോക്കുന്നുണ്ട്. ഒരു ചെറിയ ഇഷ്ടം അവൾക്കിപ്പോൾ അവനോട് തോന്നുന്നുണ്ട്. അവൾ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് ഒലിവറിനോട് സംസാരിക്കുന്നു. എനിക്കിവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നും ഇടയ്ക്കൊക്കെ ഞാനിവിടെ വന്നിരിക്കുമെന്നും പറഞ്ഞ് കോണി തിരികെ വീട്ടിലേക്ക് പോകുന്നു. തിരികെ വീട്ടിലെത്തിയ കോണി ക്ലിഫോർഡുമായി സംസാരിക്കാൻ നോക്കുകയാണ്. എന്നാൽ ക്ലിഫോർഡ് അവളെ പഴയ സ്നേഹത്തോടെ ആയിരുന്നില്ല പരിഗണിച്ചിരുന്നത്. കോണി തന്റെ സഹോദരിക്ക് കത്തുകൾ എഴുതുന്നുണ്ടായിരുന്നു. ആ വലിയ കൊട്ടാരത്തിന്റെ ഏകാന്തമായ നിശബ്ദതയേക്കാൾ അവൾക്കിഷ്ടം പെസന്റ് പക്ഷികളുടെ കോട്ടേജിലെ പ്രകൃതിയുടെ ശബ്ദവും നിശബ്ദതയുമായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ എത്തി സഹോദരിക്ക് കത്തുകൾ എഴുതുകയും ബുക്കുകൾ വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ പെസന്റ് പക്ഷികൾ വിരിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കോണി ഓടി ക്ലിഫോർഡിന്റെ അടുക്കൽ വന്ന് എക്സൈറ്റഡായി പെസന്റ് പക്ഷികൾ വിരിഞ്ഞു എന്നറിയിക്കുന്നു. എന്നാൽ ക്ലിഫോർഡ് അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീട്ടിലും പാർട്ടികളിലുമെല്ലാം കോണിക്ക് ക്ലിഫോർഡിൽ നിന്നും അവഗണന നേരിടേണ്ടി വരുന്നു. അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഒരു ഭർത്താവ് എന്ന നിലയിൽ ക്ലിഫോർഡിനെ കോണി മാക്സിമം പരിചരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പതിവ് പോലെ പെസന്റ് പക്ഷികളുടെ കോട്ടേജിലെത്തുന്നു. അവിടെ ഒലിവർ ജോലിയിൽ മുഴുകിയിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന പെസന്റ് കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കാൻ കോണി ശ്രമിക്കുമ്പോൾ ഒലിവർ അവളെ സഹായിക്കുന്നു. ഒരു പെസന്റ് കുഞ്ഞിനെ കയ്യിലെടുത്തതോടെ കോണി മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ഇത്രയും സന്തോഷം അറിയുന്നത്. ഒലിവർ അവളെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്ന് കോണി ഒലിവറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതായത് അവൾ ആഗ്രഹിച്ച കാര്യം ഒലിവർ സാധിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു ചെറിയ കാര്യമാണെങ്കിലും അതവൾക്ക് വലിയ സന്തോഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം അവളോട് ആ സ്നേഹം കാട്ടിയത് ഒലിവറാണ്. ഒലിവർ അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് തീക്കായനായി തീയുടെ അടുക്കൽ അവളെ കൊണ്ടിരുത്തുന്നു. ഞാൻ കുറച്ചുകൂടി വിറക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒലിവർ പോകാൻ ഒരുങ്ങുമ്പോൾ കോണി അവനെ തടയുന്നു. എന്റെ അടുക്കൽ നിന്നും പോകരുത് എന്നവൾ പറയുന്നു. അവനോട് അപ്പോൾ തോന്നിയ ആ സ്നേഹം അവളിൽ വികാരമായി പരിണമിച്ചു. കോണി ഒലിവറിനെ ചുംബിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാനാവാത്ത ആ സുഖം അവൾക്ക് അനുഭവിക്കണമെന്ന ആഗ്രഹമുണ്ടായി. ഒലിവർ ആദ്യമൊക്കെ കുറച്ച് നെർവസായി നിന്നുവെങ്കിലും ഒടുവിൽ അവന്റെ മനസ്സും അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പോയി. അവിടെ വെച്ച് അവർ തമ്മിൽ എല്ലാം അറിഞ്ഞു. കോണി ആദ്യമായി ലൈംഗിക സുഖം അനുഭവിച്ചു. അവൾക്കതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അവൾക്ക് മനസ്സിലെവിടെയോ ഒലിവറിനോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. അവൾ തിരികെ വീട്ടിലെത്തി. അന്നത്തെ ദിവസം അവൾക്ക് ആ കാര്യങ്ങളൊന്നും തന്നെ മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസവും കോണി ആ കോട്ടേജിലെത്തി ഒലിവറിനെ കാത്തിരുന്നു. ഒലിവർ വന്നതും ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് കോണി പറയുമ്പോൾ ഒലിവർ പറയുന്നു, മാഡം എപ്പോഴും ഇവിടെ വന്നാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ? ആഫ്റ്റർ ഓൾ ഞാൻ വെറും ഒരു ജോലിക്കാരനാണ്. നിനക്ക് പേടിയുണ്ടോ എന്ന് കോണി ചോദിക്കുമ്പോൾ തീർച്ചയായും പേടിയുണ്ട് എന്ന് ഒലിവർ പറയുന്നു. എന്നാൽ അത് പറഞ്ഞു തീർന്നതും കോണി ഒലിവറിനെ ചുംബിക്കുന്നു. അധികം സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോണി ഒലിവറിനെ കൂട്ടി കോട്ടേജിനുള്ളിലേക്ക് പോകുന്നു. കോണിക്ക് ആ ദാഹം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അവർ വീണ്ടും ശാരീരികമായി ഒന്നായി. അതൊരു സ്വപ്നം പോലെയാണ് കോണിക്ക് തോന്നിയത്. എല്ലാം കഴിഞ്ഞ് കോണി കോട്ടേജിന് പുറത്തിറങ്ങി തന്റെ കൊട്ടാരത്തിലേക്ക് നടക്കുന്നു. അവരുടെ മുഖത്തിപ്പോൾ ചെറിയ സന്തോഷമൊക്കെ കാണാം. വീട്ടിലെത്തിയ ശേഷവും ആ സ്വപ്നലോകത്തു നിന്ന് പുറത്തിറങ്ങാൻ അവൾക്കായില്ല. എന്നാൽ താൻ ചെയ്യുന്നതിൽ ശരിയേത് തെറ്റേത് എന്ന് അവൾ ആകുലപ്പെടുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കോണി രാവിലെ തന്നെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി മിസ്സിസ് ഫ്ലിന്നിന്റെ വീട്ടിൽ ചെന്നു. ധാരാളം സംസാരിച്ചു. അപ്പോഴാണ് അവിടെ ഒലിവർ വരുന്നത്. ഒലിവറിന് പാൽ അളന്നെടുക്കാൻ ഫ്ലിൻ പോയി. ഇന്ന് വരാമെന്നല്ലേ മാഡം പറഞ്ഞിരുന്നത് എന്ന് ഒലിവർ ചോദിക്കുമ്പോൾ വരാൻ നോക്കാമെന്നാണ് പറഞ്ഞത് എന്ന് കോണി ഒലിവറിനോട് പറയുന്നു. താൻ ക്ലിഫോർഡിനെ ചതിക്കുകയാണോ എന്ന തോന്നൽ കോണിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഫ്ലിന്റ് പാൽപാത്രവുമായി വന്നതോടെ കോണി തിരികെ തന്റെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ ഒലിവർ മറ്റൊരു വഴിയിലൂടെ കോണിയെ പിന്തുടർന്നു. മാഡം ഇന്ന് എന്താണ് കോട്ടേജിലേക്ക് വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കോണിയെ പിന്തുടർന്നു. എന്റെ മൈൻഡ് ശരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോണി നടന്നു. എങ്കിലും വീണ്ടും ഒലിവറിനോട് അവൾക്ക് വല്ലാത്തൊരു വികാരം തോന്നി. ആ കാട്ടിനുള്ളിൽ ഒരു മരച്ചുവട്ടിൽ വെച്ച് അവർ പരസ്പരം ചുംബിച്ചു. ശേഷം വീണ്ടും അവർ ലൈംഗികമായി എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ടു. ശരിക്കും ഇപ്പോഴാണ് കോണി പൂർണ്ണമായും ലൈംഗിക സുഖം അറിയുന്നത്. നേരത്തെയൊക്കെ പേടിച്ചു മൊളിച്ചുമൊക്കെയായിരുന്നു അത് ചെയ്തത് എങ്കിൽ ഇത്തവണ യാതൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. ഇപ്പോൾ അവർ ഒരു മരച്ചുവട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. നീയൊരു നല്ല മനുഷ്യനാണ് എന്ന് കോണി ഒലിവറിനോട് പറയുന്നു. എന്നാൽ നീയൊരു ജെന്റിൽമാൻ അല്ല.
ഞാൻ ദിവസവും ഒരുപാട് ജെന്റിൽമാൻമാരെ കാണുന്നതാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ജെന്റിൽമാൻമാർ മരിച്ചവരാണെന്ന് ഒലിവർ പറയുന്നു. അവർക്ക് ഇമോഷൻസ് ഇല്ല. അവരുടെ താഴെയുള്ളവരെ അവർ ഫാക്ടറികളിലയക്കും, മൈനുകളിലയക്കും, ചിലപ്പോൾ യുദ്ധഭൂമിയിലയക്കും. അവർക്ക് ആ ആജ്ഞകളിൽ ജീവിക്കാം, മരിക്കാം എന്ന് ഒലിവർ പറയുന്നു. ഞാൻ ഇതുവരെ കണ്ട മനുഷ്യരിൽ നിന്നും താൻ വ്യത്യസ്തനാണ് എന്ന് കോണി ഒലിവറിനോട് പറയുന്നു. ശേഷം ഇരുവരും ചുംബിക്കുന്നു. കോണി പറയുന്നു, നിനക്കറിയാമോ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏകാന്തത എത്രത്തോളം ഭീകരമാണെന്ന്. നീയാണ് ഇതിനിടയിൽ കുറച്ച് സന്തോഷം എനിക്ക് തന്നത്. താങ്ക് യു സോ മച്ച്. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും കോണിയും ഒലിവറും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഓരോ ദിവസവും കാടിൻ്റെ വിവിധയിടങ്ങളിൽ അവർ ശാരീരികമായി ഒന്നായി. അരുവികൾ, പുൽമേടുകൾ ഇവയെല്ലാം അവരുടെ പ്രണയ സംഗമ വേദികളായി. ഇപ്പോൾ മിസ്സിസ് ബോൾട്ടനാണ് ക്ലിഫോർഡിനെ പരിചരിക്കുന്നത്. ബോൾട്ടന് തലേ ദിവസം കോണിയോട് സംസാരിച്ചതിൽ നിന്നും കുറേയേറെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിരാവിലെ തന്നെ ഒലിവർ കൊട്ടാരത്തിനടുത്തുള്ള വഴിയിലൂടെ പോകുന്നതും അവർ കണ്ടിരുന്നു. മിസ്സിസ് ബോൾട്ടൻ ഇക്കാര്യങ്ങൾ ക്ലിഫോർഡിനോട് സൂചിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ക്ലിഫോർഡ് കോണിയെ അവളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നതിനാലും ബോൾട്ടൻ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന ധാരണ കിട്ടിയതിനാലും ബോൾട്ടനെ തന്നോട് അതേപ്പറ്റി സംസാരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. ക്ലിഫോർഡ് ഇപ്പോൾ എഴുത്തും പരിപാടികളുമെല്ലാം നിർത്തി ബിസിനസിനെ പറ്റിയുള്ള ചിന്തകളിലാണ്. റാഗ്ബയ്ക്കടുത്തുള്ള ഹാർഷ്വല്ലി എന്ന സ്ഥലത്തെ മൈൻ തുറന്നു പ്രവർത്തിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാനാണ് പുള്ളിയുടെ തീരുമാനം. ഇതിനിടയിൽ മിസ്സിസ് ബോൾട്ടനോട് കോണി തനിക്കും ക്ലിഫോർഡിനും ഉടനെ കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഗ്രാമമാകെ ഒരു റൂമറായി പരക്കുകയും ചെയ്തിരുന്നു. അതേപ്പറ്റി മൈൻ എഞ്ചിനീയറും ക്ലിഫോർഡിനോട് തിരക്കി. റാഗ്ബയ്ക്ക് ഒരു അനന്തരാവകാശം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പറയുന്നത് സത്യമാണോ? ക്ലിഫോർഡ് കോണിയുടെ അടുത്തെത്തി. മിസ്റ്റർ ലീനിൽ നിന്നും ഞാനൊരു റൂമർ പരക്കുന്നതിനെ പറ്റി അറിഞ്ഞു. നീ അതേപ്പറ്റി അറിഞ്ഞിരുന്നുവെന്ന് ചോദിക്കുന്നു. നീ റാഗ്ബയ്ക്ക് ഒരു അനന്തരാവകാശം തരുമെന്നാണ് റൂമർ. അതേപ്പറ്റി എനിക്കറിയില്ല എന്ന് കോണി പറയുന്നു. ക്ലിഫോർഡ് ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയൊരു എക്സൈറ്റ്മെന്റോടെയാണ് കോണിയോട് സംസാരിക്കുന്നത്. പുള്ളിയുടെ ഒരു നിസ്സഹായാവസ്ഥയും അതിലുണ്ട്. പെട്ടെന്ന് കോണി പറയുന്നു, അച്ഛൻ എഴുതിയിരുന്നു, ജൂലൈയിലും ഓഗസ്റ്റിലും എന്നോടും സഹോദരിയോടും ലണ്ടനും വെനീസും കാണാൻ പോകാൻ ക്ഷണിച്ചിട്ടുണ്ട്. 3 ആഴ്ച സമയമുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞ കാര്യം ഇതിനിടെ ഞാൻ സെറ്റാക്കിക്കോളാം. ക്ലിഫോർഡിന് സന്തോഷമായി. എനിക്ക് ആളാരാണ് എന്നറിയണ്ട, എങ്കിലും നീ പോയാൽ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമോ എന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. തീർച്ചയായും വരുമെന്ന് അവൾ പറയുന്നു. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ക്ലിഫോർഡും പറയുന്നു. കോണി നേരെ ഒലിവറിൻ്റെ അടുക്കലെത്തുന്നു. ഞാൻ 2 മാസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണെന്നും വെനീസിലേക്കാണ് പോകുന്നതെന്നും അവൾ പറയുന്നു. ക്ലിഫോർഡിൻ്റെ കൂടെയാണോ എന്നും ഒലിവർ ചോദിക്കുമ്പോൾ അല്ല, അച്ഛനോടൊപ്പമെന്ന് കോണി മറുപടി പറയുന്നു. എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചേക്കാമെന്ന് ഞാൻ ക്ലിഫോർഡിനോട് പറഞ്ഞു. ഞാൻ ഗർഭിണിയാണ് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് കോണി പറയുമ്പോൾ ക്ലിഫോർഡ് എന്ത് പറഞ്ഞു എന്ന് ഒലിവർ ചോദിക്കുന്നു. പുള്ളിയത് സന്തോഷത്തോടെ അംഗീകരിച്ചു എന്ന് കോണി പറഞ്ഞു. എന്നാൽ കുട്ടി എങ്ങനെ ഉണ്ടായെന്ന് അയാൾ ചോദിക്കുമല്ലോ എന്ന് ഒലിവർ ചോദിക്കുമ്പോൾ വെനീസിൽ വെച്ച് ഒരു അഫെയർ ഉണ്ടായെന്നും അങ്ങനെ സംഭവിച്ചുവെന്നും പറയുമെന്ന് കോണി പറയുന്നു. പതിയെ ഒലിവറിൻ്റെ മട്ട് മാറുന്നു. ഓ, അപ്പോൾ നീ അതിനാണ് വെനീസിൽ പോകുന്നത്? നിനക്ക് കുട്ടി ഉണ്ടാവാനുള്ള ഒരു ടൂളായിട്ടാണ് എന്നെ യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒലിവർ ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് കോണി തിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ നിന്നെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഒലിവർ കോണിയോട് തട്ടിക്കയറുന്നു. കോണി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ക്ലിഫോർഡ് താൻ പുതുതായി വാങ്ങിയ ഒരു മോട്ടോർ ചെയറിൽ കോണിയോടൊപ്പം നടക്കുകയാണ്. നേരത്തെ കോണി വീൽ ചെയർ തള്ളിക്കൊണ്ടു പോയപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നല്ലോ. നടക്കുന്നതിനിടയിൽ തൻ്റെ പുതിയ മൈനിനെ പറ്റിയും തൊഴിലാളി സമരത്തെ പറ്റിയുമൊക്കെ ക്ലിഫോർഡ് വാചാലനായി സംസാരിക്കുന്നുണ്ട്. താനൊരു റൂളിംഗ് ക്ലാസ് ആണെന്നും തൊഴിലാളികൾ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുമൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഒരു കയറ്റത്തിൽ വെച്ച് മോട്ടോർ ചെയർ പണിമുടക്കുന്നു. അതുവഴി പോയ ഒലിവറിനെ കൊണ്ട് തള്ളിക്കുകയും ചെയ്യുന്നുണ്ട് ക്ലിഫോർഡ്. എന്നാൽ കോണിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ തിരിച്ചെത്തിയ കോണി ക്ലിഫോർഡിനോട് വഴക്കിടുന്നു. ശേഷം ഒലിവറിൻ്റെ വീട്ടിലെത്തി ക്ലിഫോർഡ് ചെയ്തതിന് സോറി പറയുന്നു. എന്നിട്ട് താൻ ഒലിവറിനെ ഒന്നിനും വേണ്ടി ഒരു ടൂൾ ആക്കിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഒലിവർ കാമായിരിക്കുകയായിരുന്നു. ഒലിവർ അവൻ്റെ ഭാര്യ ബെർത്ത അവനെ വിട്ടുപോയതിനെ പറ്റിയും ഇതുവരെ അവൾ തനിക്ക് ഡൈവോഴ്സ് തന്നിട്ടില്ല എന്നും അവളുടെ കാമുകൻ നെറ്റ് തൻ്റെ വാർ പെൻഷൻ പകുത്തു നൽകാൻ വേണ്ടി ശല്യം ചെയ്യുന്നതിനെ പറ്റിയുമെല്ലാം കോണിയോട് വിവരിക്കുന്നു. അങ്ങനെ അവർ പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നാവുന്നു. അപ്പോഴേക്കും പുറത്ത് മഴ പെയ്യാൻ ആരംഭിച്ചു. കോണി തൻ്റെ പുറം വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ച് മഴയത്തിറങ്ങി നനയുന്നു. ഒടുവിൽ ഇരുവരും നഗ്നരായി ആ പുൽമേടുകളിലൂടെ മഴ നനഞ്ഞ് ഓടി നടന്ന് രസിക്കുകയാണ്.
ഇരുവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നു. എന്നാൽ ഈ സമയം ക്ലിഫോർഡ് ആകട്ടെ അവൾ പോയിട്ട് മണിക്കൂറുകളായില്ലേ, ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മിസ്സസ് ബോൾട്ടനോട് സംസാരിക്കുകയാണ്. താങ്കൾ സമാധാനമായിരിക്കൂ, ഞാൻ പോയി അന്വേഷിക്കാമെന്ന് മിസ്സസ് ബോൾട്ടൺ പറയുന്നു. എന്നിട്ട് അവർ കോണിയെ തേടി ഇറങ്ങുന്നു. ഈ സമയം കോണിയും ഒലിവറും തമ്മിൽ സംസാരിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വെനീസിൽ പോകും. അന്ന് രാത്രി ഞാൻ നിന്റെ കോട്ടേജിൽ വരും എന്ന് കോണി പറയുന്നു. അവർ രണ്ടുപേരും ചുംബിക്കുന്നു. ഈ സമയം മിസ്സസ് ബോൾട്ടൺ അവിടേക്ക് വരുന്നു. ക്ലിഫോർഡ് ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നും പെട്ടെന്ന് വരാനൊക്കെ പറഞ്ഞ് ബോൾട്ടൺ കോണിയെ വിളിക്കുന്നു. താൻ മഴയത്ത് ആ കുടിലിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നുവെന്നും ഒലിവർ തനിക്ക് കൂട്ടുവന്നതാണെന്നും കോണി പറയുന്നു. ഒലിവറിനോട് യാത്ര പറഞ്ഞ് നടക്കുമ്പോൾ കോണി ബോൾട്ടനോട് ചൂടാവുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയല്ല എന്നും അയാൾക്കെന്നെ വെറുതെ വിട്ടുകൂടെ എന്നും അവൾ ചോദിക്കുന്നു. മിസ്സസ് ബോൾട്ടന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോഴും കോണി ക്ലിഫോർഡിനോട് ചൂടായി. എന്നാൽ ക്ലിഫോർഡ് അവളോട് ചോദിച്ചു, ഈ മഴയത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നത് ഡേഞ്ചർ അല്ലേ? എന്നാൽ കോണി പറയുന്നു, എനിക്ക് മഴ ഇഷ്ടമാണ്. ഞാൻ ആ ഹട്ടിനടുത്ത് പോയത് നഗ്നയായി മഴ നനയാനാണ്. പെട്ടെന്ന് ക്ലിഫോർഡ് പറയുന്നു, നിനക്ക് വട്ടാണോ? ആ ഒലിവർ കണ്ടിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകുന്നു. ഇപ്പോൾ കോണി തൻ്റെ സഹോദരിക്കായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ സഹോദരി എത്തുന്നു. കോണിയും സഹോദരി മിലിഡയും ബെഡ്റൂമിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. കോണി എഴുത്തുകളിലൂടെ തൻ്റെ പ്രണയത്തെപ്പറ്റി സഹോദരിയോട് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൈറ്റഡായി മിലിഡ ആദ്യം തന്നെ അതേപ്പറ്റിയായിരുന്നു കോണിയോട് ചോദിച്ചത്. അവൻ നല്ലൊരു മനുഷ്യനാണെന്നും എന്നെ നന്നായി മനസ്സിലാക്കുന്നവനാണെന്നും ഒക്കെ കോണി മിലിഡയോട് വാചാലമായി സംസാരിക്കാൻ തുടങ്ങി. അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് മിലിഡ ചോദിക്കുമ്പോൾ അയാൾ എസ്റ്റേറ്റിന്റെ നോട്ടക്കാരനായി ജോലി ചെയ്യുന്നുവെന്ന് കോണി പറയുന്നു. പെട്ടെന്ന് മിലിഡയുടെ മുഖമാകെ മാറി, ചിരി മങ്ങി. നീ ഒരു പൊട്ടിയാണ് എന്നും ഏതോ മായലോകത്താണ് നീ എന്നും മിലിഡ കോണിയോട് പറയുന്നു. നിനക്കാവശ്യം സെക്സ് ആയിരുന്നു, അത് നിനക്ക് തന്നയാളെ നീ ഇപ്പോൾ തലയിൽ ചുവന്ന് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മിലിഡ കോണിയെ വഴക്ക് പറയുകയാണ്. എന്നാൽ കോണി തിരിച്ചും തർക്കിക്കുന്നു. സഹോദരിമാർ തമ്മിൽ നല്ല വഴക്ക് തന്നെ നടക്കുന്നു. കുറെ നേരത്തിന് ശേഷം അവർ യാത്രയ്ക്കായി ഒരുങ്ങിയിറങ്ങി. ഇരുവരും വെനീസിലേക്ക് പോവുകയാണ്. ക്ലിഫോർഡ് കോണിയെ യാത്രയാക്കി. അവൻ കരുതുന്നത് കോണി മടങ്ങി വരുമ്പോൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമെന്നും തൻ്റെ വസ്തുക്കൾ അന്യാധീനപ്പെടില്ല എന്നുമൊക്കെയാണ്. കോണി ക്ലിഫോർഡിനോട് യാത്ര പറഞ്ഞ് നെറ്റിയിൽ ചുംബിക്കുന്നു. മിലിഡയും കോണിയും യാത്രയായി. ഇപ്പോൾ കോണിയും മിലിഡയും ഒലിവറിന്റെ കോട്ടേജിലെത്തിയിരിക്കുകയാണ്. മിലിഡയെ കോണി ഒലിവർക്ക് പരിചയപ്പെടുത്തി. മിലിഡ കുറച്ച് പരുഷമായാണ് ഒലിവറിനോട് സംസാരിച്ചത്. നിങ്ങളുടെ ഈ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ബന്ധം ക്ലിഫോർഡ് അറിഞ്ഞാൽ നിന്റെ ജോലി തെറിക്കും. അങ്ങനെ സംഭവിച്ചാൽ നീ എങ്ങനെ കോണിയെ നോക്കും? നിനക്കിപ്പോഴുള്ള ഷെൽട്ടർ പോലും ക്ലിഫോർഡിൻ്റെതാണ്. നിങ്ങൾ ഇന്നൊരു ദിവസം എല്ലാത്തിനെയും പറ്റി നന്നായി ആലോചിക്കുക, എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക. ഞാൻ രാത്രി വരാം എന്ന് പറഞ്ഞുകൊണ്ട് മിലിഡ പോകുന്നു. കോണി ക്ലിഫോർഡിനോട് ക്ഷമ ചോദിക്കുന്നു. അവൾക്ക് എന്നോട് അത്രയും കരുതലും സ്നേഹവുമാണ്, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവൾ പറയുന്നു. അവൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് ഒലിവർ കോണിയോട് പറയുന്നു. അയാൾ ഉറപ്പായും ഡൈവോഴ്സ് തരില്ല. അനന്തരാവകാശിക്ക് വേണ്ടി അയാൾ നമ്മുടെ കുഞ്ഞിനെ തേടി വരും. ചിലപ്പോൾ എന്നെ ഇല്ലാതാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ കോട്ടേജിൽ ഇരിക്കുകയാണ്. യാത്രയ്ക്ക് മുൻപ് അവസാനമായി ഒരിക്കൽ കൂടി അന്ന് രാത്രിയിൽ അവർ മതിയാവോളം ബന്ധപ്പെട്ടു. പെട്ടെന്ന് വീടിന് പുറത്ത് എന്തോ ബഹളം കേട്ട് ഒലിവർ ജനലിലൂടെ പുറത്തു നോക്കി. ഒലിവർ കോണിയോട് ഒളിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഒലിവറിന്റെ ഭാര്യ ബെർത്തയുടെ കാമുകൻ നെഡ് ആയിരുന്നു. അവൻ ഒലിവറിന്റെ മിലിറ്ററി പെൻഷന്റെ വിഹിതം ചോദിച്ചു വന്നതായിരുന്നു. ഒലിവർ അവനെ ഓടിച്ചു വിട്ടു. അടുത്ത ദിവസം രാവിലെ കോണി യാത്രയായി. യാത്രയ്ക്കിടയിൽ ഒരു ഹോട്ടലിൽ വെച്ച് താൻ പ്രഗ്നന്റ് ആണ് എന്ന് കോണി സഹോദരിയോട് പറയുന്നു. എനിക്ക് തോന്നുന്നത് അത് ക്ലിഫോർഡിൻ്റെതല്ല എന്നാണ് എന്ന് മിലിഡ പറയുമ്പോൾ കോണി അത് ശരിവയ്ക്കുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ അവിടെ വരുന്നു. തനിക്ക് ക്ലിഫോർഡ് അല്ലാതെ മറ്റൊരാളുമായി സ്നേഹമുണ്ട് എന്നും ക്ലിഫോർഡിൽ നിന്നും ഡൈവോഴ്സ് വേണമെന്നും കോണി പറയുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നു, ഫീലിങ്സ് വരും പോകും. ഇനി ചിലപ്പോൾ നിനക്ക് മറ്റൊരാളിൽ ഫീലിങ്സ് തോന്നിക്കൂടാന്നില്ലല്ലോ. എന്നാൽ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് നീയാണ്. വ്രാഗ്ബയാണ് നിന്റെ ഭാവി. നമുക്ക് വെനീസിലേക്ക് പോകാമെന്ന് അദ്ദേഹം പറയുന്നു. ഇതേസമയം നെഡ് ഒലിവറിന്റെ വീട്ടിൽ ഒളിച്ചു കിടക്കുന്നു. അവിടെ നിന്നും ഒലിവർ കത്തിച്ചു കളയാൻ ശ്രമിച്ച കോണിയുടെ വസ്ത്രത്തിന്റെ കുറച്ച് ഭാഗം അവന് കിട്ടുന്നു. അവൻ ആ വീടാകെ അരിച്ചു പെറുക്കുകയാണ്. അവിടെ നിന്ന് അവൻ കാശൊക്കെ മോഷിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ബുക്ക് അവന്റെ കയ്യിൽ കിട്ടുന്നു. അതിന്റെ താളുകളിൽ നിന്നും അത് ചാറ്റേലി കുടുംബത്തിലെ ഒരാളിൽ നിന്നും കളങ്ങിപ്പോയതാണെന്ന് അവന് മനസ്സിലായി. കത്തിയ സിൽക്ക് തുണിയും ബുക്കും വച്ച് നെഡും ഒലിവറിന്റെ ഭാര്യയും കിംവദന്തികൾ പരത്താൻ ആരംഭിച്ചു. അങ്ങനെ ഒലിവറിന്റെയും ലേഡി ചാറ്റലിയുടെയും അഭിഹിതം നാടാകെ കഥയായി പടർന്നു. സംഭവം ക്ലിഫോർഡിന്റെ ചെവിയിലുമെത്തി. മിസ്സസ് ബോൾട്ടൺ കോണിയെ ഫോൺ മാർഗം സംഭവം അറിയിച്ചു.
അടുത്ത ദിവസം ക്ലിഫോർഡ് വിളിച്ചതനുസരിച്ച് ഒലിവർ ക്ലിഫോർഡിന്റെ വീട്ടിലെത്തുന്നു. കോണിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നും അവൾ ഉടനെ എത്തുമെന്നും ബോൾട്ടൺ ഒലിവറിനെ അറിയിച്ചു. കറുത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത് മിസ്സസ് ബോൾട്ടൺ എന്ന് ഒലിവർ പറയുന്നു. ഒലിവർ ക്ലിഫോർഡിന്റെ മുന്നിലെത്തുന്നു. നീ എൻ്റെ ജോലിക്കാരനാണ്, എൻ്റെ സ്ഥലത്ത് എൻ്റെ അനുവാദത്തോടെ താമസിക്കുന്ന ഒരാൾ. എന്നാൽ ഇപ്പോൾ നിന്റെ അപമര്യാദയുള്ള പെരുമാറ്റം ഒരുപാട് ഗോസിപ്പുകൾക്ക് വഴിവെച്ചിരിക്കുന്നു. നിനക്കറിയാമോ, ലേഡി ചാറ്റലിയുടെ പേരിന് കളങ്കം സംഭവിച്ചിരിക്കുന്നു. അതിന് കാരണം അവളുടെ പേരെഴുതിയ ഒരു ബുക്ക് നിന്റെ കോട്ടേജിൽ നിന്നും കിട്ടിയതാണ്. ഒലിവർ അതിനെ തമാശയായി തള്ളിക്കളയാൻ ശ്രമിച്ചു. എന്നാൽ ക്ലിഫോർഡ് കുറച്ച് ഗൗരവത്തിലായിരുന്നു. നിന്റെ സേവനം ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു. നാളെ മുതൽ നീ എൻ്റെ എസ്റ്റേറ്റിലോ കോട്ടേജിലോ ഉണ്ടാകരുത് എന്ന് ക്ലിഫോർഡ് കടുപ്പിച്ചു പറഞ്ഞു. തീർച്ചയായും ഞാൻ എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് ഒലിവർ പറയുന്നു. ഇപ്പോൾ കോണി വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു വന്ന് നിൽക്കുന്നു. എന്നിട്ട് എസ്റ്റേറ്റിലൂടെ ഓടി ഒലിവറിൻ്റെ കോട്ടേജിലെത്തുന്നു. അപ്പോഴേക്കും ഒലിവർ അവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. കോണി ഓടി വന്ന് ഒലിവറിനെ ചുംബിക്കുന്നു. എന്ത് സംഭവിച്ചുവെന്ന് കോണി ഒലിവറിനോട് ചോദിക്കുമ്പോൾ എല്ലാം പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. നീ ഇപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ ഇപ്പോൾ വെനീസിലാണ് ആയിരിക്കേണ്ടതെന്ന് ഒലിവർ പറയുന്നു. എന്നാൽ നമുക്കിപ്പോൾ മുതൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് കോണി ഒലിവറിനോട് പറയുന്നു. പെട്ടെന്ന് ഒലിവർ പറയുന്നു, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല. ജോലിയില്ല, വീടില്ല, ജീവിതത്തിൽ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. അങ്ങനെ പറയരുത്, നീയാണ് എനിക്കെല്ലാമെന്ന് കോണി ഒലിവറിനോട് പറയുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ആരുടെയോ ആക്രോശം കേൾക്കുന്നു. ഒലിവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കോണി അവിടെ നിന്ന് പൊട്ടി കരയുകയാണ്. അവ നടന്ന് തിരികെ ക്ലിഫോർഡിന്റെ വീട്ടിലെത്തുന്നു. അവളെ കണ്ടതും മിസ്സിസ് ബോൾട്ടൺ ഓടി കോണിയുടെ അടുക്കൽ വരുന്നു. മാഡം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ബോൾട്ടൺ പറയുന്നു. എന്നാൽ കോണി ദേഷ്യത്തോടെ വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. അവൾ ക്ലിഫോർഡിന്റെ മുന്നിലെത്തുന്നു. കോണിയെ കണ്ട ക്ലിഫോർഡ് ഞെട്ടിപ്പോവുകയാണ്. അവളിപ്പോൾ വെനീസിലാണ് എന്നായിരുന്നല്ലോ അയാളുടെ വിചാരം. അപ്പോൾ ഞാൻ കേട്ടതെല്ലാം ശരിയായിരുന്നു അല്ലേ എന്ന് ക്ലിഫോർഡ് ചോദിക്കുന്നു. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാട്ടുന്നത് എന്ന് അയാൾ ചോദിച്ചു. അത് നിങ്ങളുടെ ഐഡിയ ആയിരുന്നില്ലേ എന്ന് കോണി ചോദിക്കുമ്പോൾ എൻ്റെ ഐഡിയയോ? ഒരിക്കലുമല്ല എന്ന് ക്ലിഫോർഡ് പറയുന്നു. ഞാൻ പറഞ്ഞിരുന്നത് യോഗ്യനായ ഒരു പുരുഷൻ എന്നാണ്. ഒലിവർ മെലേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിയാണ് എന്ന് കോണി പറയുന്നു. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ചില നിബന്ധനകൾ വ്യക്തമായി നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ക്ലിഫോർഡ് കോണിയോട് ചോദിക്കുന്നു. എന്നാൽ താൻ ഒലിവറിന്റെ കുഞ്ഞിനെ ചുമക്കുകയാണ് എന്ന് കോണി ക്ലിഫോർഡിനോട് പറയുന്നു. ക്ലിഫോർഡ് ഞെട്ടിപ്പോകുന്നു. നീ പറയുന്നത് ശരിയാണോ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു. അതെ എന്ന് കോണി തലയാട്ടുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആ കുഞ്ഞ് എൻ്റേതാണ് എന്ന് ആരും വിശ്വസിക്കില്ല എന്ന് ക്ലിഫോർഡ് കോണിയോട് പറയുന്നു. എനിക്ക് ഡൈവോഴ്സ് വേണമെന്നാണ് കോണി അപ്പോൾ ക്ലിഫോർഡിനോട് പറയുന്നത്. ഞാൻ നിന്നെ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ക്ലിഫോർഡ് തകർന്നു പോവുകയാണ്. അയാൾക്ക് ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിനക്ക് എന്നെ പിരിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് ക്ലിഫോർഡ് പറയുന്നു. എന്നോട് ക്ഷമിക്കൂ ക്ലിഫോർഡ്, ഇതെല്ലാം ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നമുക്ക് രണ്ടാൾക്കും അറിയാം നമ്മുടെ വിവാഹം ഒരു അൺഹാപ്പി മാരേജ് ആയിരുന്നു. ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. പെട്ടെന്ന് ക്ലിഫോർഡ് പറയുന്നു, ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ സന്തോഷത്തോടെയല്ലേ ജീവിച്ചിരുന്നത്. ഇതുവരെയും അങ്ങനെ ആയിരുന്നില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ല എന്നാണ് കോണി പറയുന്നത്. താങ്കൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും, ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളെ എന്നാൽ കഴിയും വിധം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ നിങ്ങൾക്ക് എനിക്ക് തിരികെ ഒന്നും തരാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ രീതിയിലുള്ള കരുണ പോലും നിങ്ങൾക്ക് എന്നോട് തോന്നിയിട്ടില്ല. ക്ലിഫോർഡ് തകർന്ന സ്വരത്തിൽ പറയുന്നു, ഞാൻ നിന്നെ എപ്പോഴും കെയർ ചെയ്യാനാണ് ശ്രമിച്ചത് കോണി. ശേഷം കരങ്ങിക്കൊണ്ട് ഐ ലവ് യു കോണി എന്നയാൾ പറയുന്നു. എനിക്കെങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുന്നത് അത്തരത്തിലാണ് ഞാൻ നിന്നോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. എന്നാൽ അത് മതിയാവില്ല എന്ന് കോണി പറയുമ്പോൾ, എന്നാൽ എന്നോട് സംസാരിക്കൂ കോണി, എല്ലാം മനസ്സിലാക്കാൻ എന്നെ സഹായിക്കൂ എന്ന് ക്ലിഫോർഡ് പറയുന്നു. നിനക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണ് സ്നേഹം തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് അയാൾ കോണിയോട് ചോദിക്കുന്നു. എന്നാൽ അതിന് അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നുവെന്ന് കോണി പറയുന്നു. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ എന്നവൾ ക്ലിഫോർഡിനോട് പറയുന്നു. നിനക്കിഷ്ടം പോകാനാണെങ്കിൽ പൊയ്ക്കോളൂ, എന്നാൽ ഞാൻ നിനക്ക് ഡൈവോഴ്സ് തരില്ല എന്ന് ക്ലിഫോർഡ് ഉറപ്പിച്ചു പറയുന്നു. കാരണം നീ നിന്റെ വാക്ക് പാലിച്ചില്ല. നീ എൻ്റെ ജീവിതത്തെയും വ്രാഗ്ബയെയും നാണം കെടുത്തി. ഞാൻ നിനക്കായി ഒന്നും തരാൻ ബാധ്യസ്ഥനല്ല. കോണി അവിടെ നിന്നും പോകുന്നു. ക്ലിഫോർഡ് നിസ്സഹായനായി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ഇപ്പോൾ വെനീസ് നഗരം കാണിക്കുന്നു. അവിടെ ഇരിക്കുന്ന കോണി. അവൾക്ക് ഒലിവറിനെ കണ്ടെത്താനായിരുന്നില്ല. വെനീസ് നഗരത്തിൽ താമസിക്കുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സ് മുഴുവൻ ഒലിവർ തന്നെയായിരുന്നു. മാസങ്ങൾ പിന്നിട്ടു. അവൾ ഇപ്പോൾ ഗർഭിണിയാണ്. വെനീസിൽ തന്നെയാണ് ഇപ്പോൾ അവൾ ജീവിക്കുന്നത്. ഇപ്പോൾ വെനീസിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നതായി അവൾക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ തിരികെ ലണ്ടനിലെത്തുന്നു.
അവിടെ വെച്ച് അവൾക്കൊരു ലെറ്റർ കിട്ടുന്നു. അത് ഒലിവറിന്റെ ലെറ്ററായിരുന്നു.